പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം നാം ധ്യാന വിഷയമാക്കുകയാണ്. പെന്തക്കൊസ്തി സംഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നവമായ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് ഈ തിരുവചന ധ്യാന പഠനം നമ്മെ നയിക്കട്ടെ. ക്രിസ്തീയ പെന്തക്കൊസ്തി ദൈവിക വെളിപാടിന്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമാണ്. ഇത് യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെയും മെസയാനിക സമൂഹത്തിന്റെ ഒരുമിച്ചു കൂടലിന്റെയും അനുസ്മരണവുമാണ്. പെന്തക്കൊസ്തി സംഭവത്തെ നമുക്ക് 2 ഭാഗങ്ങളായി തിരിച്ച് ധ്യാന പഠന വിഷയമാക്കാം. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ജനത്തിന്റെ പ്രതികരണവും. 2-ാം ഭാഗം പത്രോസിന്റെ പ്രസംഗവും അതിനോടുള്ള ജനത്തിന്റെ പ്രതികരണവും. പെന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. ക്രിസ്തീയ പെന്തക്കൊസ്തി യേശുവിന്റെ ഉത്ഥാനത്തിന്റെ 50-ാം ദിവസം, യേശുവിന്റെ ഉത്ഥാനത്തിന്റെ 40-ാം ദിവസം സ്വർഗാരോഹണം, 50-ാം ദിവസം പെന്തക്കൊസ്തി. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തിയപ്പോൾ പെസഹ തിരുനാളിനു സീനായ് ഉടമ്പടിയോട് അനുബന്ധിച്ച് സീനായ് മലയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുസ്മരണമായി ആണ്ടിലൊരിക്കൽ പെന്തക്കൊസ്തി ആഘോഷിച്ചിരുന്നു. ഇതാണ് പഴയ നിയമ പശ്ചാത്തലത്തിലെ പെന്തക്കൊസ്തി. പക്ഷേ ക്രിസ്തീയ പെന്തക്കൊസ്തി ഇതിൽ നിന്ന് വ്യത്യസ്തം. ക്രിസ്തീയ പെന്തക്കൊസ്തി നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ 50-ാം ദിവസം, കർത്താവിന്റെ പീഡാനുഭവം, കുരിശുമരണ, ഉത്ഥാനം, തുടർന്ന് ഉത്ഥിതനായ കർത്താവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ 40 ദിവസങ്ങൾ, 40-ാം ദിവസം സ്വർഗാരോഹണം, 10 ദിവസം കാത്തിരിപ്പിന്റെ ദിനങ്ങൾ, 50-ാം ദിവസം പരിശുദ്ധാത്മാവിന്റെ ആഗമനം. ക്രിസ്തീയ പെന്തക്കൊസ്തിക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ തിരുനാളായിട്ടും നമുക്ക് ഈ പെന്തക്കൊസ്തി ദിനത്തെ മനസ്സിലാക്കാവുന്നതാണ്. മലങ്കര ആരാധനക്രമം അനുസരിച്ച്, അന്ത്യോക്യൻ ലിറ്റർജിക്കൽ ട്രഡീഷൻ അനുസരിച്ച് പെന്തക്കൊസ്തി തിരുനാൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളാണ്. പ്രധാന പ്രത്യക്ഷീകരണ അനുഭവത്തിന്റെ പൂർത്തീകരണമാണ് പെന്തക്കൊസ്തി സംഭവം. പെന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. 1:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതനുസരിച്ച് പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരും ഏതാനും സ്ത്രീകളും ശിഷ്യഗണത്തിൽപ്പെട്ട മറ്റു ചിലരും സഹിയോൻ മാളികയില് ഇവരെല്ലാവരും ഒരുമിച്ചുകൂടി. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു മന്ദമാരുതനെ പോലെ ദൈവാത്മ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. സഭയുടെ ആരംഭത്തിൽ അത് കൊടുങ്കാറ്റായി മാറുകയാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഈ 2 അടയാളങ്ങൾ, കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ, പരിശുദ്ധ റൂഹായുടെ സിംബലാണ് കാറ്റ്. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ശിഷ്യഗണത്തിന്റെ മേൽ വന്നിറങ്ങി. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഗ്നി പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അഗ്നി നാവുകൾ വചന പ്രഘോഷണ വരം, ഭാഷണ വരം. ഈ അഗ്നിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ വിശുദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. അപ്പോസ്തലന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായി വിശുദ്ധീകരിച്ചു. മാത്രമല്ല, വചന പ്രഘോഷണ വരം നൽകിക്കൊണ്ട് അഗ്നി നാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു നിന്നു. അവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു.
അപ്പസ്തോലന്മാർക്ക് കിട്ടിയ പ്രത്യേകമായ ഭാഷാ വരത്തെക്കുറിച്ച് പറയുന്നു. 4 മുതലുള്ള വാക്യങ്ങൾ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. 5-ാം വാക്യത്തിൽ പറയുകയാണ്, ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. 7-ാം വാക്യത്തിൽ പറയുന്നു, അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിക്കാരല്ലേ? അതെ, യേശുവിനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർ, യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവർ, യേശുവിന്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും കഴിഞ്ഞ് യേശു നിർദ്ദേശിച്ചതനുസരിച്ച് ജെറുസലേം നഗരത്തിൽ പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയായിരുന്നു. യേശുവും ശിഷ്യരും ഒരുമിച്ച് പെസഹ ഭക്ഷിച്ച ആ സെഹിയോൻ മാളികയിൽ തന്നെ ആയിരിക്കണം അവർ ഒരുമിച്ച് കൂടിയിരുന്നത്. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഭാഷാവരത്തെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്കിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഗ്ലോസലാലിയ, സേനലാലിയ. ഗ്ലോസലാലിയ അർത്ഥമാക്കുന്നത് ഡിസോർഡർലി സ്പീച്ച്. ഓരോരുത്തരും ആത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് സംസാരിക്കും. അപ്പൊ ഒരു ഡിസോർഡർലി സ്പീച്ചായി മാറും. അത് ഒന്നും ആർക്കും വ്യക്തമാകത്തില്ല. ഇവിടെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത് ഇപ്രകാരം ഒരു ഡിസോർഡർലി സ്പീച്ച് അല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഓരോരുത്തരുടെയും ഭാഷയിൽ അത് ഗ്രഹിക്കത്തില്ലായിരുന്നു. ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റില് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം സേനലാലിയ. ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ ഭാഷയിൽ സംസാരിക്കുന്നു, എന്നാൽ എന്നെ കേൾക്കുന്നവർ അവരവരുടെ ഭാഷയിൽ കേൾക്കുന്നു. ജെറുസലേമിൽ വന്നുകൂടിയ ആകാശത്തിന് കീഴിൽ സകല ജനപദങ്ങളിൽ നിന്ന് വന്ന യഹൂദർ അവരവരുടെ ഭാഷയിൽ ഇത് മനസ്സിലാക്കുകയാണ്. അപ്പസ്തോലന്മാർ തങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു, കേട്ടവർ അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ഭാഷാവരം. ദൈവവചനം വ്യാഖ്യാനിച്ച് നൽകുമ്പോൾ അത് ഗ്രഹിക്കാൻ കിട്ടുന്ന കൃപയും ഒരു വിധത്തിൽ ഭാഷാവരമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ദൈവം തരുന്ന കൃപ പരിശുദ്ധാത്മാവിന്റെ നൽവരമാണ്. ആത്മീയ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പക്ഷെ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഷാവരം അപ്പസ്തോലന്മാർ അവരവരുടെ ഭാഷയിൽ സംസാരിച്ചു, എന്നാൽ കേട്ടവര് തങ്ങളുടെ ഭാഷയിൽ ഗ്രഹിച്ചു, അത് മനസ്സിലാക്കി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിയുന്ന സന്ദർഭത്തിൽ ഭാഷ ഭിന്നിപ്പിച്ചുകൊണ്ട് ദൈവം ജനത്തെ ചിതറിച്ചു. കാരണം അവിടെ സ്വന്തം മഹത്വത്തിനു വേണ്ടി ബാബേൽ പണിയുവാൻ പരിശ്രമിക്കുകയായിരുന്നു. ഇവിടെ ഭാഷ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവം ജനത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇവിടെ നിറവേറുന്നത് മെസ്സയാനിക സമൂഹത്തിന്റെ ഒരുമിച്ച് കൂടലിന്റെ ഒരു അടയാളം. ഭാഷ ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവം ജനത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്. ആകാശത്തിന് കീഴിൽ സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ജനം ഇവിടെ ഒരുമിച്ച് കൂടി. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ അവർ നേരിൽ അനുഭവിച്ചറിയുകയാണ്. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. 2:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്തി സംഭവവും അതിനോടുള്ള ജനത്തിന്റെ പ്രതികരണവും. പ്രതികരണം 3 വിധത്തിലാണ്. 1, അപ്പസ്തോലന്മാര് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. 2, ഭക്തരായ യഹൂദ ജനം അവർ വിസ്മയഭരിതരായി. 3, വേറെ ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണെന്ന്. പുറപ്പാട് പുസ്തകത്തിലെ ഈ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണം, മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മലമുകളിലേക്ക് കയറി കൽപ്പലകകളിൽ എഴുതിയ കൽപ്പനകൾ വാങ്ങിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്ന ഈ പെന്തക്കോസ്തിയിൽ പുതിയ മോശയായ യേശു
പരമപിതാവിന്റെ പക്കലേക്ക് സ്വർഗാരോഹണം ചെയ്ത് തന്റെ ജനത്തിന് കൽപ്പലകകളിൽ എഴുതിയ നിയമമല്ല, സ്നേഹത്തിന്റെ നിയമമായ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ നിയമം എഴുതപ്പെടുന്ന അനുഭവം. അവിടെ ജനത്തെ വിശുദ്ധീകരിച്ച് ഉടമ്പടി ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ, ഉറപ്പിക്കാൻ, അവരെ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് ദൈവം ഇറങ്ങി വന്നത് സീനായി മലയിൽ. എന്നാൽ ഇവിടെ പുതിയ ഉടമ്പടി ജനമായ സഭയെ രൂപപ്പെടുത്തുവാനും അവരെ ഒരു ജനമായി ഒരുമിച്ച് കൂട്ടാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത്. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ത്രിത്വത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ സീനായി അനുഭവം, അപ്പോസ്തല പ്രവർത്തനത്തിൽ പുതിയ ഇസ്രായേലിന്റെ പെന്തക്കോസ്തി അനുഭവം പഴയതിന്റെ പൂർത്തീകരണമാണ്. പഴയത് വെറും നിഴലായിരുന്നു, ഇവിടെ അത് പൂർത്തിയാക്കപ്പെട്ടു. ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പുതിയ പെന്തക്കോസ്തി അനുഭവം അനിവാര്യമാണ്. അത് പുതിയ പെന്തക്കോസ്തിയുടെ നവമായ ഒരനുഭവം, പൂർത്തീകരണത്തിന്റെ അനുഭവം. യഥാർത്ഥത്തിൽ അനുദിനം നവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് വളരേണ്ടവരാണ്. കാരണം പരിശുദ്ധ കുർബാന നിത്യ നവമായ പെന്തക്കോസ്തി അനുഭവം നൽകുന്ന കൂദാശയാണ്. പെന്തക്കോസ്തി അനുഭവത്തിന്റെ ഈ നാനാവശങ്ങൾ നന്നായി മനസ്സിലാക്കി നമുക്ക് നിരന്തരം ധ്യാനിക്കാം. നവമായ ഒരു പെന്തക്കോസ്തി അനുഭവം ഇന്ന് നമ്മുടെ ഇടയിൽ നിറവേറണം. പെന്തക്കോസ്തി സംഭവം ദൈവിക വെളിപാടിന്റെയും ഉത്ഥാന പ്രതീക്ഷയുടെയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെയും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെയും എല്ലാം പൂർത്തീകരണമാണ്. അത് യുഗാന്ത്യത്തിലെ ആത്മനിറവിന്റെയും മെസയാനിക സമൂഹത്തിന്റെ ഒരുമിച്ചു കൂടലിന്റെയും അനുസ്മരണമാണ്. 2:14 മുതലുള്ള വാക്യങ്ങൾ പെന്തക്കോസ്തി 2ാം ഭാഗമാണ്. ഈ 2ാം ഭാഗത്തിൽ പത്രോസ്ലീഹായുടെ പ്രസംഗവും അതിനോടുള്ള ജനത്തിന്റെ പ്രതികരണവുമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പത്രോസിന്റെ പ്രസംഗം നമുക്ക് ശ്രമിക്കാം. പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ച സ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയുള്ളൂ. മദ്യപിക്കുന്നെങ്കിൽ ഈ സമയത്തല്ലല്ലോ മദ്യപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ മദ്യത്തിന്റെ ലഹരി അല്ല. ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ജോയേൽ പ്രവാചകന്റെ പ്രവചനം നിറവേറിയതാണ്. ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിറവേറി എന്നാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്. 17-ാം വാക്യത്തിൽ ശ്ലീഹ പറയുന്നു, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത് യുഗാന്ത്യത്തെ കുറിച്ചാണ്. യുഗാന്ത്യം എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം, യേശുവിലൂടെ സമാരംഭിച്ച ദൈവഭരണത്തിന്റെ യുഗാന്ത്യ പൂർത്തീകരണം, മെസ്സയാനിക വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണം. അതാണ് ഇവിടെ അവസാന ദിവസങ്ങളിൽ, അവസാന നാളുകളിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദൈവം യേശുവിലൂടെ പൂർത്തിയാക്കിയതും അതിൻ്റെ ഭാവി പൂർണ്ണതയിലേക്ക്, ദൈവ നിശ്ചിത ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമയമാകും, ചന്ദ്രൻ രക്തമായി മാറും. ഇതൊക്കെ ഈ ഭൗമിക ലോകത്തിന് വരുന്ന പരിവർത്തനത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ലിറ്ററൽ അർത്ഥത്തിൽ ഭൗമികമായ ഒരു വ്യതിയാനം സംഭവിക്കുന്നു എന്നർത്ഥമല്ല. മറിച്ച് ലോകത്തിന് സംഭവിക്കുന്ന പരിവർത്തനം, കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ
ദിനം വരുന്നതിന് മുമ്പ് അവിടത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തെ കുറിച്ചാണ്. പരിശുദ്ധാത്മ നിറവിലെ ആനന്ദവും സമാധാനവും സംതൃപ്തിയും ദൈവജനം അനുഭവിക്കും. 21 വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അനുഭവിക്കുന്ന രക്ഷയുടെ ആത്മനിർവൃതിയുടെ അനുഭവത്തെക്കുറിച്ചും പറഞ്ഞു. തുടർന്ന് 22 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ്ലീഹ പറയുകയാണ്, ഇസ്രായേൽ ജനത്തോടായി, യഹൂദ നേതാക്കളോടും പരിഹസിച്ചവരോടുമായിട്ടാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ജനത്തോട് പൊതുവായിട്ട് പറയുന്നു. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസറായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവനെക്കുറിച്ച് വീണ്ടും പത്രോസ്ലീഹ പറയുന്നത് ശ്രദ്ധിക്കുക. 23 മുതലുള്ള വാക്യങ്ങൾ, അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് അവനോട് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നിങ്ങളുടെ നിന്ദനങ്ങളെല്ലാം രക്ഷയുടെ മാർഗമാക്കി ദൈവം മാറ്റി. അതാണ്, അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കബർ പൊളിച്ചുയർത്തെഴുന്നേറ്റ ദൈവം അവനെ ഉയർപ്പിച്ചു. അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു, കാരണം ദൈവപുത്രനാണ്. അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ചാണ് അധർമ്മികളായ നിങ്ങളുടെ കൈകളിൽ അവനെ ദൈവം ഏൽപ്പിച്ചു തന്നത്. ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി നാം രക്ഷ പ്രാപിക്കുവാൻ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹം, പിന്നെയോ അവൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ നൽകുകയും ചെയ്തു. 25-ാം വാക്യം, ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരുന്നു. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി വാഗ്ദാനം, അതിന്റെ അന്തരാർത്ഥം ഗ്രഹിച്ചു ദാവീദ്. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു. എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. അവിടുത്തെ പരിശുദ്ധൻ എന്ന് പറഞ്ഞേക്കുന്നത് യേശുവിനെയാണ്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അവന്റെ ശരീരം ജീർണിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. പരിശുദ്ധാത്മ നിറവിന്റെ ആനന്ദം, യേശു തമ്പുരാന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ ആനന്ദഭരിതനാക്കും. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മ നിറവിൽ നാം അനുഭവിക്കുന്ന ആത്മാവിന്റെ ആനന്ദം. 29-ാം വാക്യം മുതൽ, സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അനന്തരഗാമികളിൽ ഒരാളെ തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുമെന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. ആ ശപഥം, നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തും, അവൻ എനിക്ക് ആലയം പണിയും, അവന്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും, അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. 2 സാമുവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ, 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2:27 ദാവീദ് പറഞ്ഞു. 31-ാം വാക്യത്തിൽ ആവർത്തിക്കുന്നു, അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ
മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ നിരത്തി വെക്കുകയാണ് പത്രോസ്ലീഹ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച് അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത്. പിതാവിന്റെ പക്കലേക്ക് സ്വർഗാരോഹണം ചെയ്ത് അവൻ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു. ഇവിടെ ആദ്യത്തെ കർത്താവ് പിതാവായ ദൈവം എന്റെ കർത്താവിനോട് പറഞ്ഞു, യേശുവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാകുക. യേശുവിന്റെ സ്വർഗാരോഹണവും അവിടുന്ന് പരമപിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച് പരമപിതാവിന്റെ മഹത്വത്തിൽ ഉപവിഷ്ടനാണ്. പിതാവായ ദൈവം സകല ശത്രുക്കളെയും യേശുവിന്റെ പാദപീഠമാക്കുവോളം അവൻ പിതാവിന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാകുന്നു. നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്ന അഭിഷിക്തൻ മെസ്സിയാനിക യുഗം യേശുവിൽ ആരംഭിച്ചു, യേശുവിന്റെ ജനനത്തോടെ. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായും വിശദമായും പത്രോസ്ലീഹ പ്രഖ്യാപിച്ചു. തുടർന്ന് 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സഭയുടെ ഉത്ഭവവും പെന്തക്കോസ്തി ദിനത്തിൽ സഭയുടെ ആരംഭം. എൽദാ യേശുവിന്റെ ജനന തിരുനാളാണെങ്കിൽ പെന്തക്കോസ്തി സഭയുടെ ജനനം. ജനത്തിന്റെ പ്രതികരണം ആദ്യം നമ്മൾ കേൾക്കുന്നു. 37 മുതലുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടുമായി ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വചനം ശ്രവിക്കുമ്പോൾ അനുതാപം ഉണ്ടാകണം, ഹൃദയം നുറുങ്ങണം. ദൈവത്തിന്റെ വെളിപാട്, ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങണം. മാനസാന്തരത്തിന്റെ ഫലം ഇവിടെ കാണുന്നത് എന്താണ്? അവർ അപ്പസ്തോലന്മാരോട് ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തും ചെയ്യാൻ തയ്യാറായി അവർ വിളിച്ചു ചോദിക്കുകയാണ് അനുതാപപൂർവം നുറുങ്ങിയ ഹൃദയത്തോടെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ അനുതാപം ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കുന്നതാണല്ലോ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പത്രോസ് ഭംഗി വാക്കുകളൊന്നും പറയാൻ പോയില്ല. വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പത്രോസ്ലീഹ പറയുകയാണ് ധൈര്യപൂർവം, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. മാനസാന്തരപ്പെട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചാൽ ദൈവം തന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേലയക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണെന്ന്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ, അതായത് യേശുവിനെ തിരസ്കരിച്ച, കുരിശിലേറ്റിയ ദുഷിച്ച തലമുറ, അവിശ്വസിക്കുകയും നിന്ദിക്കുകയും അവഹേളിച്ച് കുരിശിലേറ്റുകയും ചെയ്ത ദുഷിച്ച തലമുറ, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ഇവിടെ നോക്കുക,
അപ്പസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തെ വചനമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനാദിയിലെ പിതാവിനോടൊത്തായിരുന്ന വചനം, സമസ്തവും സൃഷ്ടിച്ച വചനം, പ്രവാചകന്മാരിലൂടെ സംസാരിച്ച വചനം, വചനത്തിലൂടെ നൽകിയ വെളിപാട്, ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, ആ വചനം ലിഖിത രൂപമെടുത്തു, ആ വചനം സ്വീകരിച്ചവരിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. ഇവിടെ അപ്പസ്തോലന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ട വചനം, അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. നോക്കുക, പെന്തക്കോസ്തി ദിനത്തിൽ തന്നെ 3000-ഓളം ജനം ഈ വിശ്വാസ സമൂഹത്തോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന ഇവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. ആ ഭീതി എന്ന് പറഞ്ഞാൽ ഭീരുത്വത്തിൻ്റെ ഭീതി അല്ല. എന്താണ് വിസ്മയഭരിതമായി എന്താണ് ഈ സംഭവിക്കുന്നത്? അതാണ് അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമായി. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സവിശേഷതകൾ, അവർ ഒറ്റ സമൂഹമായി. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതി അവർ പങ്കുവച്ചു എന്നർത്ഥം. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പം മുറിക്കലിന് ശേഷം അവർക്ക് വിരുന്നും ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് അവർ പാത്രമാവുകയും ചെയ്തു. അവർ ജനങ്ങളുടെ ഇടയിൽ വിസ്മയം സൃഷ്ടിക്കുക മാത്രമല്ല, എല്ലാവരുടെയും പ്രീതിപാത്രങ്ങളായി മാറി. ഈ ജനം അത്ര നല്ല മാതൃകാ ജീവിതം അവർ നയിച്ചു. അവരുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു പുതിയ പെന്തക്കോസ്തി അനുഭവം ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. സമൂഹത്തിൽ വലിയ നവീകരണം സംഭവിക്കണം. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രമാക്കുന്ന ദൈവത്തിന്റെ വിസ്മയനീയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ മനുഷ്യ ചരിത്രത്തിൽ നിറവേറും. മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രമാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം നിറവേറ്റുന്നത് മനുഷ്യരിലൂടെയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ അവർ 3 വർഷം നടന്നെങ്കിലും അവർ വിശ്വാസത്തിൽ ഉറച്ചത് പരിശുദ്ധാത്മ അനുഭവം ലഭിച്ചതിന് ശേഷം, അഥവാ പെന്തക്കോസ്തി സംഭവത്തോടെ, പെന്തക്കോസ്തി അനുഭവത്തോടെയാണ് അവർ ഇത്രയും വലിയ ധീരരായി മാറുന്നതും ആത്മധൈര്യത്തോടെ കർത്താവിനെ പ്രഘോഷിക്കുന്നതും. ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഭീരുവായ പത്രോസാണ് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് യഹൂദ പ്രമാണികളുടെയും ജനത്തിന്റെയും മധ്യയെ വിളിച്ചു പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പരിവർത്തനം വരും, ഉറപ്പാണ്. യഥാർത്ഥത്തിൽ നിത്യനവമായ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് കർത്താവിന്റെ വചനവും പരിശുദ്ധ കുർബാനയും. 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിത ശൈലി വ്യക്തമാക്കുന്നതാണ്. ഈ പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് വളരുവാൻ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിത ശൈലി സ്വീകരിക്കാം. നമ്മിലൂടെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ഇവിടെ സംഭവിക്കട്ടെ. ഒരു പുതിയ പെന്തക്കോസ്തി അനുഭവം നമ്മുടെ ഇടയിൽ സംഭവിക്കണം. ദൈവത്തിന്റെ ഇടപെടലിന് വഴിയൊരുക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.